അപ്പോൾ ഗൈസ് ഇന്ന് ട്യൂഷൻ വിട്ട് വന്നപ്പോൾ ധൻവിയുടെ ലീലാവിലാസങ്ങൾ നിങ്ങൾ കണ്ടില്ലല്ലോ. ഞാനും അമ്മയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം കണ്ടിട്ടോ കേട്ടോ. ആ കാണുന്നതാണ് ഞങ്ങളുടെ ട്യൂഷൻ വീട്. പക്ഷെ ധൻവി അവിടുന്ന് ഇത്രയും നേരമായിട്ട് ഇത് ഞാൻ കുറച്ചു നേരം വൈകിയായിട്ടോ എടുത്ത് ധൻവി ആ സ്റ്റെപ്പ് ഇറങ്ങുന്നത് 10 സെക്കൻഡ് എടുക്കുമ്പോൾ ഒന്ന് കാലെടുത്ത് വയ്ക്കും. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ധൻവി വരുന്നത്. അതിന് കുറേ നേരം ടൈം എടുത്തിട്ടാട്ടോ വിഷ്വൽസ് എടുത്തത്. നല്ല വൈകിയായിട്ടിങ്ങനെ പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ നേരം കണ്ട് ബോറടിക്കുകയാണെങ്കിലും നിങ്ങളിത് കാണും. ഇതൊക്കെയാണ് കോമഡി. ഇപ്പോൾ ഗൈസ് ഇതാ ധൻവി വെള്ളത്തിനകത്തേക്ക് കല്ലൊക്കെ എറിഞ്ഞിട്ട് വരുവാണ്. കണ്ടോ, ധൻവിയുടെ ലീലാവിലാസങ്ങളാണ് ഗൈസ്. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് കണ്ട് തൃപ്തിയായി. എന്തോ ഈ കാണിക്കണേ. റോട്ടിൽ കൂടി പോകുന്നവരെല്ലാവരും നോക്കുന്നുണ്ട്. അത് റോട്ടിൽ കൂടി കുറേ വണ്ടികൾ പോകുന്നുണ്ട്. ഞാൻ ഭാഗ്യം ഇവിടെ എത്തുന്ന ഈ സമയം കൊണ്ട് വലുതായിട്ട് വണ്ടികളൊന്നും വന്നില്ലായിരുന്നു. ബട്ട് അവൾ ആ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ ഗേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കുറേ വണ്ടികൾ പോയായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ധൻവി നോക്കുവാണ് കേട്ടോ. അതെന്ത് ഇപ്പോൾ ഒരു ചേട്ടൻ ധൻവി ഇങ്ങനെ നടക്കുന്നിട്ട് നോക്കുവാണ്. ഇപ്പോൾ ഒരു ചേട്ടൻ വണ്ടി പോയേ ധൻവി നടക്കുന്നത് കണ്ടിട്ട് നോക്കി ചേട്ടൻ ചിരിച്ചാട്ടൻ വണ്ടി പോയത്. അത്ര കോമഡി ആയിട്ടായിരുന്നു നടന്നത് കേട്ടോ. ധൻവി വരുന്നത്. അപ്പം അമ്മ ചോദിക്കുവാണ് കേട്ടോ, ഇതെന്താ ട്യൂഷൻ ടീച്ചറിൻ്റെ നടി കിട്ടിയെന്ന്. എന്നോട് അതിന് മുമ്പ് ചോദിക്കുവാണ്, എന്താ നീ വഴക്കുണ്ടാക്കിയെന്ന്. പിന്നെ ഇതിനോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും അറിയാം, ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ 10 തിരിച്ചു പറയും. അതാണ് കേട്ടോ ധൻവിയുടെ സ്വഭാവം. അവൾ വരുന്നതായിട്ടേക്ക് എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അമ്മാതിരി രീതിയിലാണ് കേട്ടോ ധൻവി വരുന്നത്. എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ കിടന്നുകൊണ്ട്. എന്നിട്ടിതാ അവിടെ കിടന്ന് കുറേ നേരം ചുറ്റിപ്പറ്റി കണ്ടോ കിടന്ന് കറങ്ങുവാണ് നിന്നുകൊണ്ട്. എന്നിട്ട് ലാസ്റ്റ് കയറി വന്നു. ഒടുവിൽ എനിക്കൊന്നും പറയാനില്ല കേസ്. ഇത് എന്നതാണിത്? എന്താ 2 സെക്കൻഡുകളോട് ആ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി 2 സ്റ്റെപ്പ് എടുത്ത് വെച്ചതും അവളുടെ ബോധമെല്ലാം പോയെന്ന് തോന്നുന്നു. ഞാൻ മുഖത്ത് പിടിച്ച് ഇങ്ങോട്ട് നോക്കണേന്ന് പറയുമ്പോഴത്തേനും അവിടെ കിടന്ന് ചിരിക്കുന്നു. വീണ്ടും 2 കറക്കം ചുറ്റിയിട്ട് പോകുന്നു. എനിക്ക് എന്തായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പോയിന്ന് TV കാണുന്നുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേനും അവിടെയുള്ള വീട്ടിൽ നിന്ന് ധൻവി ഇവിടെ എത്താൻ എടുത്ത ടൈം. ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ വെള്ളം കുടിച്ചു, ഉണ്ണിയപ്പം നിന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഗേറ്റ് കടന്നതേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെ